ഊർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന ജീവിതത്തിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലാതിരുന്നപ്പോ ഞാൻ ഭയങ്കര ഇമ്പൾസീവ് ആയിട്ടൊരു കാര്യം എടുത്തൊക്കെ ഒരു ക്വാർട്ടർലി ക്രൈസിസ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഇമ്പൾസീവ് ആയിട്ട് ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഒന്ന് കാത് കുത്തിക്കള. അങ്ങനെ ശ്യാമേട്ടന് കാത് കുത്താനായിട്ട് വന്നിരിക്കുക. ഐ ഡോണ്ട് നോ ഹൗ ദിസ് വിൽ ടേൺ ഔട്ട് ടു ബി. ഞാൻ നേരത്തെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അത് അഴിച്ചു കളഞ്ഞു. ഞാൻ ഇന്നൂടെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഐ ഡോണ്ട് നോ, ഐ ഹാവ് എൻ ഇൻസ്പിറേഷൻ. ഒരെണ്ണം റിങ്സ്, ഒരെണ്ണം ഇങ്ങനെ സ്റ്റഡ് ആയിട്ട് ഇടാന്ന്, 2 കുത്തുന്നതാന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഐ ഷോ യു ദ ഇൻസ്പിറേഷൻ സ്ക്രീനിൽ ഇവിടെ എവിടെയെങ്കിലും ഇട്ടാക്കി. നോട്ട് ഷുവർ വേർ ഐ ബി പ്ലേസിംഗ്. ഐ ഡോണ്ട് നോ, ഐ എം സ്കേർഡ് റൈറ്റ് നൗ. എനിക്ക് പേടിയുണ്ട്, വേദനിക്കും നല്ലപോലെ. നമ്മളിവിടെ തൃശ്ശൂര് ചാവക്കാടല്ല, TT ദേവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. 12 seconds later. സോ TT ദേവസ്ഥയിൽ അവര് പിയേഴ്സ് ചെയ്യൂല എന്നാ പറഞ്ഞു. പിയേഴ്സ് ചെയ്യാതെ നമുക്ക് അവിടെ നിന്ന് സാധനം വാങ്ങിക്കണ്ടെന്നാണ് എന്റെ ഒരു ഇത്. അപ്പൊ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ വി ഹാവ് ജോസ്കോ. ജോസ്കോയിലേക്ക് ഞാൻ നടക്കണം, ശ്യാമേട്ടൻ കാർ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞു. തുടക്കം തന്നെ പ്ലാൻ 1 is flop. നമുക്ക് 12:30 ഉള്ളിലായിരുന്നു അത് കുത്തണ്ട. ഒന്നാമത്തെ കാര്യം ഇപ്പൊ 12:40 ആയി. പിന്നെ അതിനോടൊപ്പം തന്നെ ആദ്യം പോയ സ്ഥലം പാളുകയും കൂടെ ചെയ്തു. മിക്കവാറും ജോസ്കോയിൽ പോയിട്ട് കുത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലെറ്റ്സ് ക്രോസ്. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു നോക്കട്ടെ പിയേഴ്സ് ചെയ്യുമോ എന്നുള്ള കാര്യം. ചെയ്യുമെങ്കിൽ നല്ല. ഇതാണ് ജോസ്കോ. ഇത്ര ഇമ്പൾസീവ് ആയിട്ടുള്ള ഡിസിഷൻ യൂഷ്വലി എടുക്കാറില്ല, പക്ഷെ ഐ ഡോണ്ട് നോ, പ്രായം കൂടുന്നതനുസരിച്ച് ഇമ്പൾസീവ് ഡിസിഷൻസിന്റെ ഒക്കെ അളവ് കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ കുത്താൻ വരും. എനിക്ക് മറ്റേ ഇഞ്ചക്ഷൻ എടുക്കുന്ന പേടി പോലെ ഭയങ്കര ഇമ്പൾസീവ് ആയി. ജീവിതത്തിൽ ക്വാർട്ടർ ലൈഫ് ക്രൈസിസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നല്ല തീരുമാനങ്ങൾ എടുക്കും ഇതേപോലെ. ടെൻഷനാണ്. പിന്നെ ചെയ്യാം ചെയ്യണം. എനിക്ക് ധൈര്യം ചെയ്താൽ ഇതാണോ അത്? മോളി കുത്തണി രസം ഉണ്ടാവും. കുഴപ്പമില്ല, ഓരോരുത്തർ ഇഷ്ടമല്ലേ. അവന്റെ നിങ്ങൾ ഇത് ഹോളായി കഴിയുമ്പോ ഇറങ്ങിട്ടാ അടിക്കാമേ. കാർ അടിച്ചിട്ട് നമുക്ക് എന്നിട്ട് ഇവിടെ ഹോളാകുമ്പോ ഒരു 15-20 ദിവസം കഴിഞ്ഞ് നമുക്ക് റിങ്ങിടാം. മറ്റേ കമ്മലിനാണ്ട് പറയും ഇതുപോലെ തന്നെ പോലെ മറ്റതിന് ഇതുപോലെ ഹോളായി കഴിഞ്ഞ് ഇടാൻ പറ്റും. A few inches later. ഒന്നടിക്കാൻ വന്നിട്ട് 2 ഒരുപാട് തടയുന്നു. രണ്ടാമത്തത് അടിച്ചപ്പോ സംഭവം ഭയങ്കര ഇതായിരുന്നു. രണ്ടാമത്തെ അടിച്ചത് ആദ്യം കേറിയില്ല, ഒന്നടിച്ചു. അപ്പൊ ആ ഞെക്കി, ആ വേദന ഉണ്ടായിരുന്നു. രണ്ടാമത്തത് എന്നിട്ട് പടാന്നും പറഞ്ഞ് ഒന്നുകൂടെ അടിച്ചു. ആദ്യത്തെ അടിച്ചു, അപ്പൊ ഞാൻ ആ ഒരു സ്പിരിറ്റ് കയറി. ഞാൻ എന്താ വെച്ചാൽ രണ്ടാമത്തെ അങ്ങോട്ട് അടിച്ചേക്കാന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ അടിച്ചപ്പോഴത്തേക്ക് ഞെങ്ങി മൊത്തം അത് കേറിയില്ല. പക്ഷെ ആ വേദന നന്നായിട്ട് എടുത്തു. ഒരു ബാക്ക് ഫ്ലിപ്പ് അടിച്ചത് എന്നെ വീട്ടിൽ കയറ്റല്ലേ. പക്ഷെ കുറച്ചും കൂടെ അടുപ്പിക്കായിരുന്നു അല്ലേ പുള്ളിക്ക്. അടിക്കാനുള്ള ഇത് കിട്ടണ്ടേ, അടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ TT ദേവസ്ഥയിൽ ഉണ്ടായിരുന്നില്ല. നമുക്ക് TT ദേവസ്ഥ അടിക്കാനായിരുന്നു കുറച്ചും കൂടെ ഇഷ്ടം. അങ്ങനെ ഒരു മിഡ് ലൈഫ് ക്രൈസിസിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേക്കാനായിട്ട് ചെയ്ത കാര്യമാണ്. നിങ്ങൾ അങ്ങനെ മിഡ് ലൈഫ് ക്രൈസിസിൽ പെട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സ് ഉണ്ടെങ്കിൽ അവിടെ ഇടുക. ഞാനിന്ന് വായിച്ചിരിക്കട്ടെ, അപ്പൊ നമുക്ക് ഞാൻ മാത്രമല്ല എന്ന് മനസ്സിലാവുമല്ലോ എപ്പടി. അപ്പൊ ഞാൻ ജോസ്കോന്ന് സ്റ്റഡ് എടുത്തില്ല, വിചാരിച്ചു വീട്ടില് എന്തായാലും നമ്മൾ ജ്വല്ലറി എടുക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അമ്മയുടെ ഒപ്പം പോയി കഴിഞ്ഞ് ഞാൻ എന്റെ കാശ് കളയേണ്ട കാര്യമില്ല, അവരുടെ കാശിനകത്ത് എനിക്ക് വാങ്ങിക്കാമല്ലോ. അതെപ്പടി ടേറ്റിക്സ് എപ്പടി മൂഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. ഞാൻ ബുദ്ധിപരമായി നീങ്ങി. ഞാൻ ആദ്യം വാങ്ങിക്കാന്ന് പറഞ്ഞ് കുറച്ച് സാധനമൊക്കെ എടുത്തു. ഇപ്പൊ നല്ല വില, 8000 എത്രണ്ട് രൂപയൊക്കെ ഒരു ചെറിയൊരു ഡയമണ്ട് സ്റ്റഡിന്. കാരണം ഞാൻ വീട്ടുകാരോട് പോയി വാങ്ങിക്കാൻ വിചാരിച്ചു. അതാകുമ്പോഴത്തേക്ക് അവർ കാശ് കൊടുത്തോളൂ. പിന്നെ നമ്മൾ കുറച്ച് ചെടിയൊക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചിരിക്കുക. ഇത് 2-3 ദിവസം എത്ര ദിവസം കഴിയണമെന്ന് പറഞ്ഞത്? 15 ദിവസം ഈ സാധനം ഇട്ടോണ്ടിരിക്കണം അല്ലേ. അപ്പൊ നന്നായിട്ട് വേന എടുക്കുന്നുണ്ട് എനിക്ക്. അപ്പൊ ശരി, കാണാം. എന്തോ ഇത് നാടകമാകുന്നുണ്ട്. പായസ കാതുകുത്ത് കല്യാണം.
അതിന് വേണ്ടിട്ടുള്ള പായസമാണോ? വെരി ഗുഡ്, നല്ല കുട്ടി. എന്താ വെറുതെ ഒക്കെയാണോ? നല്ല പായസം